പിണറായിയെ സംബന്ധിച്ചും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആ സംഘത്തെ സംബന്ധിച്ചും കേരളത്തിലെ ഗവൺമെൻറ്റും ജനങ്ങളും പരിപൂർണമായിട്ടും ജനങ്ങളിൽ നിന്ന് ഈ ഗവൺമെൻറ് കൈവിട്ടു പോയി എന്നവർക്ക് ബോധ്യമാണ്. ആവർത്തിച്ച് അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൻ്റെ സൂചനയാണ്. ഒരു നിലക്കും സർക്കാരിന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ സഖാക്കളും തൊഴിലാളികളുമാണ് മാനസികമായിട്ട് ആ പാർട്ടിയെയും പിണറായിയെയും വെറുത്ത് മാറി നിൽക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉത്തേജന മരുന്നുകൾ കൊടുത്താലും സഖാക്കൾ എഴുന്നേറ്റ് നിൽക്കില്ല. കാരണം അത്രയും മാനസികമായി തകർന്ന്. അപ്പോൾ ഇനി എന്താണ് സഖാക്കൾ ഉണർത്താൻ മാർഗം? സംഘർഷങ്ങളുണ്ടാക്കണം, പ്രശ്നങ്ങളുണ്ടാക്കണം, അടിപിടി ഉണ്ടാക്കണം, ബോംബറുണ്ടാക്കണം. ആ ഒരു ലൈനിലേക്ക്, ഒരു അക്രമാസക്തമായ ഒരു ലൈനിലേക്ക് ഇതിനെ കൊണ്ടുപോയി സഖാക്കളെ ഉണർത്താനുള്ള വലിയ ശ്രമം കേരളത്തിൽ നടക്കും. പിണറായി ഇനി കാണുന്നത് അത് മാത്രമാണ്. അതിൻ്റെ ഭാഗമായിരിക്കും. അതിൻ്റെ ഭാഗം തന്നെയാണ്. വീണ ജോർജിനെ ഒരു കേസുകാരൻ തൊട്ടില്ല. അവരവിടെ പോകുന്നു, ഇപ്പുറത്തുനിന്ന് ആളുകൾ കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഇപ്പോൾ എല്ലാ ടെലിവിഷൻ ചാനലും വീഡിയോസും എടുത്തിട്ട് അതാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിക്കുകയാണ്. ഇതൊന്നും യഥാർത്ഥ സംഭവങ്ങളല്ല. സ്ക്രിപ്റ്റും കഥയും തിരക്കഥയും എഴുതി അതിനെ അഭിനയിച്ച് കലഹങ്ങളുണ്ടാക്കി നാട് കുട്ടിച്ചോറാക്കിയിട്ട് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമെന്നുള്ള അവരുടെ അവസാനത്തെ ആശയമാണ്. പക്ഷേ അതും ജനങ്ങളെടുത്ത് വില പോകില്ല.